വെൽക്കം ബാക്ക്. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചു. In molecule, electrons are present in molecular orbitals and they are formed by the combination of atomic orbitals of similar energy and same symmetry. Then molecular orbitals can be formed by addition or subtraction. That is explained using LCAO method, linear combination of atomic orbital methods, in which molecular orbitals are formed by addition or subtraction. And the molecular orbital formed by addition is called a bonding molecular orbital. Subtraction form anti-bonding molecular orbitals. What about the energy and stability of this bonding and anti-bonding orbitals? Bonding orbitals are of lower energy and greater stability than that of atomic orbitals, while anti-bonding is of higher energy or less stable than atomic orbitals. Then electronic configuration in these molecular orbitals, that is based on Hund's rule, Aufbau principle and Pauli's exclusion principle. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ അത് നമ്മൾ പഠിച്ചു. എനർജി ഇൻക്രീസിങ് ഓർഡർ ഓഫ് മോളിക്കുലാർ ഓർബിറ്റൽസ് അപ് ടു ഓക്സിജൻ, ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസിലാണ് നമ്മൾ പറയുക, ഇൻക്ലൂഡിങ് 1s 2s ആൻഡ് 2p ഓർബിറ്റൽസ്. അതിൽ ഓക്സിജൻ വരെയുള്ളതിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ എന്തായിരുന്നു? മോളിക്കുലാർ ഓർബിറ്റൽസിൻ്റെ എനർജി ഇൻക്രീസിങ് ഓർഡർ ഈസ് സിഗ്മ 1s, ദെൻ സിഗ്മ 1s അതിനേക്കാൾ എനർജി കൂടുതലാണ് സിഗ്മ സ്റ്റാർ 1s, ദെൻ കംസ് സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, then pi 2px equal to pi 2py. രണ്ടിനും ഒരേ എനർജിയാണ്. 2pxനും 2pyക്കും ഒരേ എനർജിയാണ്. pi 2px equal to pi 2py comes sigma 2pz. ഇനി അടുത്തത് ഏതാണ്? pi star 2px equal to pi star 2py. Then last sigma star 2pz. That is the energy increasing order of different molecular orbitals formed by 1s, 2s and 2p orbitals up to oxygen. ഇനി ഓക്സിജനിലും ഫ്ലൂറിലും എക്സെപ്ഷനിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്സിജനിലും ഫ്ലൂറിലും എന്താണ്? ആദ്യം ഇവിടെ വരെ ഇതുപോലെ തന്നെയാണ്. ഇത് കഴിഞ്ഞാൽ സിഗ്മ 2pz, ദെൻ pi 2px ഈക്വൽ ടു pi 2py. ഈ ഓർഡർ ഓക്സിജനിലും ഫ്ലൂറിലും ഇങ്ങനെ തന്നെയാണ്. That is a molecular or energy increasing order of molecular orbitals. അതുപോലെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ നിന്നും കിട്ടുന്ന ഡിഫറെൻറ്റ് ഇൻഫർമേഷൻസ്, സ്റ്റെബിലിറ്റി, മാഗ്നറ്റിസം, ബോണ്ട് ഓർഡർ, അങ്ങനെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചില ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ഇൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്. We can study the molecular orbital configuration, molecular orbital diagram or energy level diagram. The molecular orbital diagram, diagrammatic representation of energy of atomic orbitals and molecular orbitals. അതിനാണ് എനർജി ലെവൽ ഡയഗ്രാം അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഹോമോന്യൂക്ലിയർ ഡയാറ്റോമിക് മോളിക്യൂൾസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനും റിലേറ്റഡ് പാരാമീറ്റേഴ്സും നോക്കാം. ഫസ്റ്റ് മോളിക്യൂൾ ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കോൺഫിഗറേഷൻ 1s1, ഒരു ഇലക്ട്രോണേ ഉള്ളൂ, അത് 1s ഓർബിറ്റൽ 1s1. ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനോ MO കോൺഫിഗറേഷൻ ഓഫ് ഹൈഡ്രജൻ ഈസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇപ്പോൾ മോളിക്യൂൾ ആകുമ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇതുപോലെയുള്ള 2 ഹൈഡ്രജൻ ആറ്റംസ് കൂടി ചേർന്നാണ് മോളിക്യൂൾ ആവുക. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ട്? മോളിക്യൂളിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ആ 2 ഇലക്ട്രോണും ഏറ്റവും എനർജി കുറഞ്ഞ സിഗ്മ 1sൽ എൻ്റർ ചെയ്യുന്നു. സോ ദി കോൺഫിഗറേഷൻ ഈസ് സിഗ്മ 1s2. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഈസ് സിഗ്മ 1s2. വാട്ട് അബൌട്ട് ബോണ്ട് ഓർഡർ? Bond order is equal to half of
എൻ ബി മൈനസ് എൻ എ. എൻ ബിയും എൻ എയും എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ബോണ്ടിങ് ഓർബിറ്റൽ ഈസ് എൻ ബി ആൻഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ ഈസ് എൻ എ. അപ്പോൾ ഇവിടെ ബോണ്ട് ഓർഡർ എന്ത് വരും? ഹാഫ് ഓഫ് എൻ ബി എത്രയാണ്? 2 ഇലക്ട്രോണേ ഉള്ളൂ, അത് ബോണ്ടിങ് ഓർബിറ്റലിലാണ്. സോ ഹാഫ് ഇൻറ്റു 2 മൈനസ് എൻ എ ഈക്വൽ ടു 0 or 2/2 equal to 1. Bond order is 1. What about stability? Bond order positive value ആണ്, 1 ആണ്. Molecule is stable. And there is HH single bonds. അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ 1 ആകുമ്പോൾ ഇൻ്റഗ്രൽ വാല്യൂസ് ആണെങ്കിൽ അത് ബോണ്ട് മൾട്ടിപ്ലിസിറ്റി ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ ബോണ്ട് ഓർഡർ 1 ആണ്. സോ ദർ ഈസ് എ സിംഗിൾ കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആറ്റംസ്. വാട്ട് അബൌട്ട് ദി മാഗ്നറ്റിസം? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമുക്ക് മാഗ്നറ്റിസം പ്രെഡിക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്താണ്? പാരാമാഗ്നറ്റിക് ആൻഡ് ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആർ അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് പൊസസ് അൺപെയർഡ് ഇലക്ട്രോൺ, while diamagnetic substances are repelled by magnetic field and all electrons are paired. അപ്പോൾ നമുക്ക് കോൺഫിഗറേഷനിൽ നിന്നും മാഗ്നറ്റിസം പറയാം. ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷൻ σ1s2 ആണ്. 2 ഇലക്ട്രോൺ ഉണ്ട്, അത് പെയർഡ് ആണ്. സോ വാട്ട് അബൌട്ട് മാഗ്നറ്റിസം? ഇറ്റ് ഈസ് ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഡയാമാഗ്നറ്റിക് ആണ്. Then we can represent the energy level diagram for hydrogen. എനർജി ലെവൽ ഡയഗ്രത്തിൽ എനർജിയാണ് പ്ലോട്ട് ചെയ്യേണ്ടത്. ഇവിടെ എനർജി റെപ്രസെൻ്റ് ചെയ്യുക. എനർജി ഈസ് പ്ലോട്ടഡ്. എനർജി ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്, 2 സൈഡിലും അറ്റോമിക് ഓർബിറ്റൽസ് റെപ്രസെൻ്റ് ചെയ്യുക. സെൻറ്ററിൽ മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇവിടെ അറ്റോമിക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്താണ്? 1s1. ഇപ്പോൾ ഒരു ബോക്സ് റെപ്രസെൻറ്റേഷനാണ് യൂസ് ചെയ്യുക. 1s ഓർബിറ്റൽ, അതിൽ 1 ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ ഇവിടെ അടുത്ത ഹൈഡ്രജൻ്റെ അറ്റോമിക് ഓർബിറ്റൽ ഈ ലെവലിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് ഓർബിറ്റൽ വിത്ത് 1 ഇലക്ട്രോൺ. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് 2 മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. 1s ഓർബിറ്റൽ കമ്പൈൻ ചെയ്താൽ σ1s ആൻഡ് σ*1s അത് റെപ്രസെൻ്റ് ചെയ്യാം. σ1sന് എനർജി കുറവായിരിക്കും. അത് ഇവിടെ എനർജിയാണ് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ 1s ഓർബിറ്റലിനേക്കാൾ എനർജി കുറവാണ് σ1sന്. ഇപ്പോൾ ഒരു ഓർബിറ്റൽ താഴേക്ക് റെപ്രസെൻ്റ് ചെയ്യുക. ദിസ് ഈസ് σ1s. ഇനി അതിനനുസരിച്ച് ഇതിന് എത്ര എനർജി കുറയുന്നു അത്രയും ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ആൻറ്റി ബോണ്ടിങ്ങിൻ്റെ എനർജി മുകളിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇവിടെ ദിസ് ഈസ് σ*1s ആൻറ്റി ബോണ്ടിങ്. ഇലക്ട്രോൺസ് എത്ര ആറ്റോമിക് ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോൺ ആണുള്ളത്. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്താ? σ1s2. അതിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. σ1sൽ 2 ഇലക്ട്രോൺ റെപ്രസെൻ്റ് ചെയ്താൽ ദാറ്റ് ഈസ് ദി എനർജി ലെവൽ ഡയഗ്രാം ഫോർ ഹൈഡ്രജൻ മോളിക്യൂൾ. അറ്റോമിക് ഓർബിറ്റൽസും മോളിക്കുലാർ ഓർബിറ്റൽസും എനർജി ഇൻക്രീസിങ് ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് എനർജി ലെവൽ ഡയഗ്രാം ഓർ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ, ബോണ്ട് ഓർഡർ, മാഗ്നറ്റിസം ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ എനർജി ലെവൽ ഡയഗ്രാം. ഹീലിയം മോളിക്യൂൾ He2. ഹീലിയത്തിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ എന്താ? 2 ഇലക്ട്രോൺ ആണ് ഹീലിയം ആറ്റത്തിലുണ്ടാവുക. 1s2 is the configuration. What is the molecular orbital configuration? 2 ഹൈഡ്രജൻ വരുമ്പോൾ 2 ഹീലിയം വരുമ്പോൾ എത്ര ഇലക്ട്രോൺസ് വരും? 4 ഇലക്ട്രോൺ വരും. സോ ദി ഇലക്ട്രോൺസ് എൻറ്റേഴ്സ് ഇൻ ഫസ്റ്റ് 2 ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ σ1s ആൻഡ് നെക്സ്റ്റ് 2 ഇലക്ട്രോൺ ഇൻ σ*1s. ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ഹീലിയം മോളിക്യൂൾ. വാട്ട് അബൌട്ട് ബോണ്ട് ഓർഡർ? ഹാഫ് ഇൻറ്റു NB മൈനസ് NA എന്ത് വരും? ഹാഫ് ഇൻറ്റു ബോണ്ടിങ് ഇലക്ട്രോൺ എത്രയാണ്? 2. ആൻറ്റി ബോണ്ടിങ് ആണ് സ്റ്റാർ റെപ്രസെൻ്റ് ചെയ്യുക. 2 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ബോണ്ട് ഓർഡർ ഈക്വൽ ടു 0. സോ ബോണ്ട് ഓർഡർ 0യോ നെഗറ്റീവോ ആയിരുന്നാൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആണ്. ഇപ്പോൾ ഹീലിയം മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ 0 ആണ്. സോ ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഇറ്റ് കനോട്ട് എക്സിസ്റ്റ്. അപ്പോൾ ഇത് നമുക്കറിയാം ഹീലിയം നോബിൾ ഗ്യാസ് ആണ്.
നോബിൾ ഗ്യാസ് കമ്പൈൻ ചെയ്തില്ല, അറ്റോമിക് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഹീലിയം ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക, മോളിക്യൂളായിട്ടല്ല. അത് നമുക്ക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉപയോഗിച്ച് അല്ലെങ്കിൽ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഉപയോഗിച്ച് പറയാം. ഇൻ ഹീലിയം മോളിക്യൂൾ ദി ബോണ്ട് ഓർഡർ ഈസ് 0, സോ ദി മോളിക്യൂൾ കനോട്ട് എക്സിസ്റ്റ്. Li2. ലിഥിയം മോളിക്യൂളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് ലിഥിയം ആറ്റത്തിൽ? ലിഥിയത്തിന് ആറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s1. 3 ഇലക്ട്രോണാണ്. 1s2 2s1. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ത് വരും? ഒരു ലിഥിയം ആറ്റത്തിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ലിഥിയം മോളിക്യൂളിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ദെൻ ഫസ്റ്റ് 2 ഇലക്ട്രോൺ സിഗ്മ 1sൽ പോകും. അടുത്ത 2 ഇലക്ട്രോൺ സിഗ്മ സ്റ്റാർ 1s. പിന്നെ ബാക്കിയുള്ള 2 ഇലക്ട്രോൺ ഏതാണ്? അടുത്ത എനർജി വരുന്നത് സിഗ്മ 2sലാണ്. അതിലാണ് എൻ്റർ ചെയ്യുക. സിഗ്മ 2s2. ദറ്റ് ഇസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ലിഥിയം മോളിക്യൂൾ. ദെൻ വാട്ട് അബൌട്ട് ബോണ്ട് ഓർഡർ? ഹാഫ് ഇൻറ്റു NB എന്ത് വരും ഇവിടെ? ഇത് ബോണ്ടിങ് ഇലക്ട്രോൺ ആണ്, ഇതും ബോണ്ടിങ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ 4 ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്. ആൻറ്റി ബോണ്ടിങ്ങോ 2 ഇലക്ട്രോൺ. സോ 4 - 2 / 2 എന്ത് വരും? ലിഥിയം മോളിക്യൂളിൽ 4 - 2 = 2. 2/2 = 1. ഹിയർ ബോണ്ട് ഓർഡർ ഈസ് 1. ലിഥിയം മോളിക്യൂളിൽ ബോണ്ട് ഓർഡർ 1 ആണ്, സ്റ്റേബിൾ ആണ്. ലിഥിയം മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ. വാട്ട് അബൌട്ട് മാഗ്നറ്റിസം? ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ്. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആണ്, സ്റ്റേബിൾ ആൻഡ് ഡയാമാഗ്നറ്റിക്. ഇലക്ട്രോൺസ് എല്ലാം പെയർഡ് ആയതുകൊണ്ട് ഡയാമാഗ്നറ്റിക് ആണ്. വാട്ട് അബൌട്ട് ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം? എനർജി അറ്റോമിക് ഓർബിറ്റലിലെയും മോളിക്കുലാർ ഓർബിറ്റലിലെയും എനർജി പ്ലോട്ട് ചെയ്താൽ ഇവിടെ 1sഉം 2sഉം ഓർബിറ്റൽസ് ഉണ്ട്. ഇപ്പോൾ 2s ഓർബിറ്റൽസ് കൂടി ഇതുപോലെ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 1s കഴിഞ്ഞാൽ അടുത്തത് 2s ഓർബിറ്റൽസ്. 2sന് 1sനേക്കാൾ എനർജി കൂടുതലാണ്. അപ്പോൾ ഇതിന് മുകളിൽ റെപ്രസെൻറ്റ് ചെയ്യാം 2 2s ഓർബിറ്റൽസ്. 2sൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഇലക്ട്രോൺ ലാസ്റ്റ് ഫില്ല് ചെയ്യാം. 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് ഏതൊക്കെ മോളിക്കുലാർ ഓർബിറ്റലാണ് ഉണ്ടാവുക? സിഗ്മ 2s ആൻഡ് സിഗ്മ സ്റ്റാർ 2s. 2s ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ സിഗ്മ 2sഉം സിഗ്മ സ്റ്റാർ ഇസ് ആൻറ്റി ബോണ്ടിങ്. അതിൻ്റെ എനർജി കൂടുതലായിരിക്കും. അത് മുകളിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സിഗ്മ 2s സിഗ്മ സ്റ്റാർ 2s. ഇനി ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. അറ്റോമിക് കോൺഫിഗറേഷൻ 2 സൈഡിലും മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ സെൻറ്ററിലും ഫില്ല് ചെയ്യുക. അറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ്? ലിഥിയത്തിൻ്റെ 1s2. ഇവിടെയും 1s2 കൊടുക്കുക. ദെൻ 2s1 2s1 2s1. ഇനി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ സെൻറ്ററിൽ ഫില്ല് ചെയ്യുക. സിഗ്മ 1s2, then sigma star 1s2, sigma 2s2, sigma 2s2. Sigma starൽ ഇലക്ട്രോൺ ഇല്ല. This is a molecular orbital configuration of lithium molecule. Then next carbon molecule C2. കാർബണിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ എന്താ? 1s2, 6 ഇലക്ട്രോൺ ആണ്. 2s2 2p2. 1s2 2s2 2p2. Then what about the MO configuration? കാർബണിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ത് വരും? കാർബണിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ ഇതാണ്. 1s2 2s2 2p2. മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ത് വരും? 6 ഇലക്ട്രോൺ. അപ്പോൾ കാർബൺ മോളിക്യൂൾ ആകുമ്പോൾ 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. എനർജി ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2, ദെൻ സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2. 8 ഇലക്ട്രോണായി. അടുത്തത് π2px ഈക്വൽ ടു π2py. ഇത് രണ്ടും ഒരേ എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോൺ പാർഷ്യലി ഫിൽഡായിട്ട് പെയർ ചെയ്യും. ഇവിടെ എത്രയായി? 8 ഇലക്ട്രോണായി. ഇനി 4 ഇലക്ട്രോണും കൂടിയുണ്ട്. ഇതിൽ രണ്ടിലും 2 ഇലക്ട്രോൺസ് വീതം ഫില്ല് ചെയ്യും. ദാറ്റ് ഇസ് എ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് C2 മോളിക്യൂൾ. ദെൻ വാട്ട് അബൌട്ട് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്താ വരിക?
ബോണ്ടിങ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? 2, 4, 6, 8. സ്റ്റാർ ഉള്ളത് ആൻറ്റി ബോണ്ടിങ് ആണ്. ബാക്കിയുള്ളത് എത്രയാണ്? 8 ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. 8 മൈനസ് എത്ര ആൻറ്റി ബോണ്ടിങ് ഉണ്ട്? 4 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ 2. That is equal to 4 by 2 equal to 2. Bond order is 2. ഇപ്പോൾ കാർബൺ മോളിക്യൂളിലെ മൾട്ടിപ്പിൾ ബോണ്ടാണ്. കാർബൺ ഡബിൾ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യാം. കാർബൺ മോളിക്യൂളിൽ ഡബിൾ ബോണ്ടാണ് നോർമലി ഫോം ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇത് ഡയാമാഗ്നറ്റിക് ആണ് അല്ലേ? ഇലക്ട്രോൺസ് എല്ലാം പെയർഡാണ്. കാർബൺ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനിൽ എല്ലാ ഇലക്ട്രോൺസും പെയർഡാണ്, ഡയാമാഗ്നറ്റിക് ആണ്. This diamagnetic C2 is detected in vapor phase. വേപ്പർ ഫേസിലാണ് ഡയാമാഗ്നറ്റിക് കാർബൺ C2 ഡിറ്റക്റ്റ് ചെയ്തിട്ടുള്ളത്, ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ കാർബൺ മോളിക്യൂളിലെ അല്ലെങ്കിൽ C2 മോളിക്യൂളിലെ ഒരു പ്രത്യേകത, ഇതിനകത്തുള്ള ഈ 2 ബോണ്ടും പൈ ബോണ്ടാണ്. C ഡബിൾ ബോണ്ട് സിയിലെ 2 ബോണ്ടും എന്താണ്? പൈ ബോണ്ടാണ് C2 മോളിക്യൂളിൽ. ഇത് വേപ്പർ ഫേസിലേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ 2 ബോണ്ടും പൈ ബോണ്ടാണ്. കാരണം പൈ ഓർബിറ്റിലാണ് ഈ 4 ഇലക്ട്രോൺസും വരിക. സോ ദി ബോണ്ട് ഈസ് പൈ ബോണ്ട്സ്. നോർമലി എന്താണ്? ഒരു ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മയും അടുത്തത് പൈയുമാണ് വരിക. സാധാരണ എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ C2 മോളിക്യൂൾ ഒരു എക്സെപ്ഷനാണ്. ഇവിടെ 2 ബോണ്ടും പൈ ബോണ്ടാണ്. അത് നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. C2 എക്സിസ്റ്റ് only in the vapor phase. That is a molecular orbital configuration of C2. Next molecule, nitrogen. നൈട്രജൻ്റെ ആറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ്? 1s2, 2s2, 2p3. 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഇപ്പോൾ മോളിക്കുലാർ ഓർബിറ്റലാകുമ്പോൾ 14 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ കോൺഫിഗറേഷൻ എന്ത് വരും? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, ദെൻ സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ദെൻ കംസ് പൈ 2px ഈക്വൽ ടു പൈ 2py. അത് രണ്ടിലും 2 ഇലക്ട്രോൺസ് വീതം ഉണ്ടാവും. ബാക്കിയുള്ള 2 ഇലക്ട്രോൺ എന്തിലാണ്? സിഗ്മ 2pz2. That is a molecular orbital configuration. അപ്പോൾ ഈ കോൺഫിഗറേഷൻ ഈ സിഗ്മ 1sഉം സിഗ്മ സ്റ്റാർ 1sഉം ഫസ്റ്റ് ഷെല്ലിലെ അല്ലെങ്കിൽ കെ ഷെല്ലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമ്മൾ കെ എന്നും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്. ഇത് എഴുതുന്നതിന് പകരം കെ എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് എ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് നൈട്രജൻ മോളിക്യൂൾ. ഇനി നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര ബോണ്ടിങ് ഇലക്ട്രോൺ ഉണ്ട്? 2, 4, 6, 8, 10 ബോണ്ടിങ് ഇലക്ട്രോൺസ് ഉണ്ട്. ആൻറ്റി ബോണ്ടിങ്ങോ? only 4 ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്, 2, 4. അപ്പോൾ ബോണ്ട് ഓർഡർ ഈസ് half into NB minus NA. അപ്പോൾ 10 minus 4 divided by 2, 6 by 2 equal to 3. നമുക്കറിയാം നൈട്രജൻ മോളിക്യൂളിൽ ട്രിപ്പിൾ ബോണ്ടാണ്. ബോണ്ട് ഓർഡർ 3 ആണ്. NN ട്രിപ്പിൾ ബോണ്ട്സ്. വാട്ട് അബൌട്ട് സ്റ്റെബിലിറ്റി? ബോണ്ട് ഓർഡർ ഈസ് 3. ഹൈ വാല്യൂ ആയതുകൊണ്ട് തന്നെ മോളിക്യൂൾ ഈസ് ഹൈലി സ്റ്റേബിൾ. വാട്ട് അബൌട്ട് മാഗ്നറ്റിസം? ഓൾ ഇലക്ട്രോൺസ് ആർ പെയർഡ്. സോ ദാറ്റ് ഈസ് അഗെയിൻ ഡയാമാഗ്നറ്റിക്. That is molecular orbital configuration and informations from molecular orbital configuration. ഇനി അതിൻ്റെ molecular orbital diagram എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എനർജി ലെവൽ ഡയഗ്രാം. അതിൽ നമ്മളിവിടെ വാലൻസ് ഓർബിറ്റൽസിനെ മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. 1s ഇതിന് താഴെ വരാം. 1s ഓർബിറ്റൽസ് കൂടി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ 2sന് താഴേക്ക് 1s ഓർബിറ്റൽസ് റെപ്രസെൻ്റ് ചെയ്യാം. എനർജി ഇൻക്രീസിങ് ഓർഡർ. ഇവിടെ ഈ എനർജി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനർജി പ്ലോട്ട് ചെയ്താൽ മാത്രമേ ഈ ഫിഗറിന് ഒരു മീനിങ് ഉണ്ടാവും, ഈ ഡയഗ്രത്തിനൊരു മീനിങ് ഉണ്ടാവും. ഇനി ഇതിനകത്ത് നമുക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. ജനറൽ ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷനാണിത്. ഇനി ഇതിലേക്ക് നൈട്രജൻ്റെ ആറ്റോമിക് കോൺഫിഗറേഷനും മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനും റെപ്രസെൻ്റ് ചെയ്താൽ ഡയഗ്രാം കംപ്ലീറ്റ് ആവും. നമുക്ക് ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാം. ആറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ് നൈട്രജൻ്റെ? 1s2, 2s2, 2p3. 1s ഇവിടെ നമ്മൾ വരച്ചിട്ടില്ല. വാലൻസ് ഓർബിറ്റൽസ് മാത്രമാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. 1s വേണമെങ്കിൽ ഇതിന് താഴേക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2sൽ എത്രയാണ് ഇലക്ട്രോൺ വരിക? നൈട്രജൻ്റെ ആറ്റോമിക് കോൺഫിഗറേഷൻ അനുസരിച്ച് 2s2. പിന്നെ 2p3 എന്ന് പറയുമ്പം അത് 3 p ഓർബിറ്റലിൽ സിംഗിളായിട്ടാണ് ഒക്യുപ്പൈ ചെയ്യുക. ഹൺസ് റൂൾ അനുസരിച്ച് ഇലക്ട്രോൺ പെയർ ചെയ്യുന്നത് ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് പാർഷ്യലി ഫിൽഡ് ആയിട്ട് പെയർ ചെയ്യും. ഇപ്പോൾ ഇത് 3 ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അത് പാർഷ്യലി ഫിൽഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 2p3. അതുപോലെ ഈ ആറ്റോമിക് ഓർബിറ്റലിലും അടുത്ത നൈട്രജൻ ആറ്റത്തിലും ഇതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റെപ്രസെൻ്റ് ചെയ്യാം. 2p3.
2sഉം 2pയും റെപ്രസെൻറ്റ് ചെയ്തു. അറ്റോമിക് ഓർബിറ്റൽ കോൺഫിഗറേഷൻ. ഇനി മോളിക്കുലാർ ഓർബിറ്റലിൽ ഈ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാം. ഇവിടെ ഇപ്പോൾ അറ്റോമിക് ഓർബിറ്റലിൽ ഈ സൈഡിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പം ആ 4 ഇലക്ട്രോൺ ഈ മോളിക്കുലാർ ഓർബിറ്റലിലും വരണം. സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. നമ്മളിവിടെ എഴുതിയ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷനാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. ഇനി ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ. ഇവിടെയും 3 ഉണ്ട്. അപ്പോൾ 6 p ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 6 p ഇലക്ട്രോണിനെ ഇവിടെ സെൻറ്ററിൽ മോളിക്കുലാർ ഓർബിറ്റലിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 ഓർബിറ്റൽസ് ഉണ്ട്, 4 ഇലക്ട്രോൺ പറ്റും. 4 ഇലക്ട്രോണിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. π2px ഈക്വൽ ടു π2py. രണ്ടിലും 4 ഇലക്ട്രോൺ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ ബാക്കി 2 ഇലക്ട്രോൺ ഏതിലാണ്? സിഗ്മ 2pzൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഇത്രയും, അതായത് ബോണ്ടിങ് ഇലക്ട്രോൺസിൽ ബോണ്ടിങ് ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് ഉള്ളുവെങ്കിലും ആൻറ്റി ബോണ്ടിങ്ങും കൂടി നമ്മൾ ഫിഗർ റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആൻറ്റി ബോണ്ടിങ്ങും കൂടി റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ ഇലക്ട്രോൺ ഇല്ല. ദിസ് ഇസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് നൈട്രജൻ മോളിക്യൂൾ. ഇങ്ങനെയാണ് ഏതൊരു മോളിക്യൂളിൻ്റെയും മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം റെപ്രസെൻറ്റ് ചെയ്യുക. അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ കോൺഫിഗറേഷൻ 2 സൈഡിലും റെപ്രസെൻറ്റ് ചെയ്യുക. മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ കോൺഫിഗറേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് മോളിക്യൂൾ ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ എന്താണ്? 8 ഇലക്ട്രോൺ വരും. 1s2, 2s2, 2p4. 8 ഇലക്ട്രോൺ ആകുമ്പോൾ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്താണ്? ഓരോ ഓക്സിജൻ ആറ്റത്തിലും 8 ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിൽ 16 ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇതിന് പകരം kk എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ അടുത്തത് വരിക π2px, π2pyക്ക് പകരം ഓക്സിജനിലും ഫ്ലൂറിലും എക്സെപ്ഷൻ ഉള്ള കേസാണ്. അവിടെ എന്താണ്? സിഗ്മ 2pz ആണ് ആദ്യം വരിക. സോ സിഗ്മ 2pz2, ദെൻ π2px2 ഈക്വൽ ടു π2py2. ഇപ്പം 14 ഇലക്ട്രോൺസായി. ബാക്കിയുള്ള 2 ഇലക്ട്രോൺ പൈ സ്റ്റാർ 2px1 ഈക്വൽ ടു പൈ സ്റ്റാർ 2py1. ഇത് രണ്ടും ഈക്വൽ എനർജിയുള്ള ഓർബിറ്റൽസ് ആണ്. പാർഷ്യലി ഫിൽഡ് ആയിട്ട് പെയർ ചെയ്യപ്പെടും. ഏത് റൂൾ ബേസ് ചെയ്താണ്? ഹൺസ് റൂൾ. ഒരേ എനർജിയുള്ള ഓർബിറ്റൽസ് പാർഷ്യലി ഫിൽഡ് ആയിട്ട് ഇലക്ട്രോൺ പെയർ ചെയ്യും. സോ ദിസ് ഓർബിറ്റൽസ് ആർ സിംഗിളി ഓക്യുപ്പൈഡ്. ദെൻ കാൽക്കുലേറ്റ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ ഈസ് 10 - 6/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2. ബോണ്ട് ഓർഡർ 2 ആണ്. അപ്പോൾ മോളിക്യൂൾ സ്റ്റേബിളാണ്. ഇനി മാഗ്നറ്റിസം നോക്കൂ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? പൈ സ്റ്റാർ 2pxലും 2pyലും ഓരോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് പോസസ് 2 അൺപെയർഡ് ഇലക്ട്രോൺ. സോ ഇറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഓക്സിജൻ മോളിക്യൂൾ ഈസ് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ 2 ആയതുകൊണ്ട് ദർ ഈസ് 2 കോവലന്റ് ബോണ്ട് ബിറ്റ്വീൻ ഓക്സിജൻ ആറ്റംസ്. ഓക്സിജൻ ഡബിൾ ബോണ്ട്. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം അല്ലെങ്കിൽ എനർജി ലെവൽ ഡയഗ്രാം നോക്കാം. എനർജീസ് പ്ലോട്ടഡ്. വാലൻസ് ഓർബിറ്റൽസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. 2s and 2p ഓർബിറ്റൽസ്. എത്ര ഇലക്ട്രോൺ ഉണ്ട് അറ്റോമിക് കോൺഫിഗറേഷനിൽ? വാലൻസ് ഷെല്ലിൽ 2sൽ 2 ഇലക്ട്രോൺ, 2pയിൽ 4 ഇലക്ട്രോൺ. അത് ഏതെങ്കിലും ഒരു p ഓർബിറ്റൽ പെയർഡ് ആക്കുക. അതുപോലെ ഇവിടെയും 2s2, 2p4. ഇനി ഈ 2s ഇലക്ട്രോൺസ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യുക. സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അതിൽ 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനി ബാക്കി ഇവിടെ p ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ വീതം 2 p ഓർബിറ്റൽ. അപ്പോൾ 8 ഇലക്ട്രോൺ ഉണ്ട് p സബ്ഷെല്ലിൽ. അപ്പോൾ ആ 8 ഇലക്ട്രോണിനെ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റലിൽ എനർജി ഇൻക്രീസിങ് ഓർഡറിൽ റെപ്രസെൻറ്റ് ചെയ്യണം. എനർജി അടുത്തത് വരെ ഏതാണ്? ഈ കോൺഫിഗറേഷനാണ് ഇവിടെ ഫില്ല് ചെയ്യുക. സിഗ്മ 2pz2, ദെൻ ഇതെന്താണ്? π2px ഈക്വൽ ടു π2py. π2px ഈക്വൽ ടു π2py. അതിൽ ബാക്കി 4 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനിയുള്ള ബാക്കി 2 ഇലക്ട്രോൺ പൈ സ്റ്റാർ 2pxലും പൈ സ്റ്റാർ 2pyലുമാണ്. ഓരോ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുക. ദാറ്റ് ഈസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ ഡയഗ്രാം ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. We can compare the stability magnetism of O2, O2 minus and O2 minus. ഓക്സിജൻ്റെ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി O2 minus. What is the MO configuration? O2 minus എന്ന് പറയുമ്പോൾ ഓക്സിജൻ മോളിക്യൂളിലേക്ക് ഒരു എക്സ്ട്രാ ഇലക്ട്രോണും കൂടി 17 ഇലക്ട്രോൺസ് ആവും. അപ്പോൾ കോൺഫിഗറേഷൻ എന്ത് വരും? KK
sigma 2s2, sigma star 2s2, then sigma 2pz2, pi 2px equal to pi 2py. ഇതിൽ രണ്ടിലും 2 ഇലക്ട്രോൺസ് വീതം എൻ്റർ ചെയ്യും. പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. ഇലക്ട്രോൺ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക? ബാക്കി ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4, 6, 8, 10, 12, 14 ഇലക്ട്രോണായി. 17 ഇലക്ട്രോൺസാണ് O2 മൈനസിൽ വരിക. അപ്പോൾ ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഇതിലേതെങ്കിലും ഒന്ന് പെയർ ചെയ്യുന്നു, ഒന്ന് ഹാഫ് ഫിൽഡ് ആവുന്നു. ദാറ്റ് ഈസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് O2 മൈനസ്. വാട്ട് അബൌട്ട് ബോണ്ട് ഓർഡർ? ബോണ്ട് ഓർഡർ എന്ത് വരും? ഇതിൽ 2 ഉണ്ട്, 2, 4, 6, 8, 10. 10 മൈനസ് ഇവിടെ 2 ഉണ്ട്, 2, 4, 6, 7. 10 മൈനസ് 7 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3/2. ബോണ്ട് ഓർഡർ ഫ്രാക്ഷനിലാവുന്നു, 1.5. ബോണ്ട് ഓർഡർ ഫ്രാക്ഷനിലാണ്, എന്നാലും പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട് O2 മൈനസ് ഈസ് സ്റ്റേബിൾ. വാട്ട് അബൌട്ട് മാഗ്നറ്റിസം? ഇത് സ്റ്റേബിളാണ്. മാഗ്നറ്റിസം എന്ത് വരും? ഓക്സിജനുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് വരിക? O2 മൈനസിന് ഓക്സിജൻ്റെ ബോണ്ട് ഓർഡർ 2 ആണ്, അതിനേക്കാൾ ലെസ് സ്റ്റേബിളാണ് O2 മൈനസ്. ദെൻ O2 മൈനസിൽ മാഗ്നറ്റിസം എന്ത് വരും? ഇവിടെ 2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പാരാമാഗ്നറ്റിക് ആണ്. ഇവിടെ ഒരു അൺപെയ്ഡ് ഇലക്ട്രോണേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് ലെസ് പാരാമാഗ്നറ്റിക്. O2 മൈനസ് ഈസ് ലെസ് പാരാമാഗ്നറ്റിക് കമ്പയർഡ് ടു ഓക്സിജൻ. സ്റ്റേബിളാണ്, ലെസ് പാരാമാഗ്നറ്റിക്. ദെൻ കമ്പയർ O2 2 മൈനസ്. O2 2 മൈനസ് ആണെങ്കിലോ ഒരു ഇലക്ട്രോണും കൂടി വരും. അപ്പോൾ കോൺഫിഗറേഷൻ എന്ത് വരും? മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ KK സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz2, then pi 2px equal to pi 2py, 2 ഇലക്ട്രോൺസ് വീതം. then comes pi star 2px equal to pi star 2py. എത്ര ഇലക്ട്രോൺ? ഇതിനകത്തുള്ളതിനെ ഒരു ഇലക്ട്രോണും കൂടി വരും, 18 ഇലക്ട്രോൺസ് ആണ് O2 2 മൈനസിൽ വരിക. ഇത് രണ്ടും ഫിൽഡ് ആവുന്നു. ദാറ്റ് ഈസ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ. ബോണ്ട് ഓർഡർ എന്ത് വരും? ബോണ്ടിങ് ഇലക്ട്രോണ് കൂടുതൽ ആൻറ്റി ബോണ്ടിങ്ങിലേക്കാണ് ഒരു അഡീഷണൽ ഇലക്ട്രോൺ വന്നത്. ബോണ്ടിങ് ഇലക്ട്രോൺ 10, ആൻറ്റി ബോണ്ടിങ്ങോ 2, ഇവിടെ 2 ഉണ്ട്, 2, 4, 6, 8 ഡിവൈഡ് ബൈ 2, 2/2 equal to 1. So O2 2 minus having bond order 1, so it is less stable compared to O2 and O2 minus. What about magnetism? Magnetism എന്താണ് വരിക? ഇതിലെല്ലാ ഇലക്ട്രോണും പെയർഡ് ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. So what is the stability order of these three? O2 minus and O2 2 minus. ഏറ്റവും സ്റ്റേബിൾ O2 ആണ്, ബോണ്ട് ഓർഡർ 2, ദെൻ O2 മൈനസ്, അതുപോലെ O2 2 മൈനസ്. ദാറ്റ് ഈസ് എ സ്റ്റെബിലിറ്റി ഓർഡർ. ഇതാണ് സ്റ്റെബിലിറ്റി ഓർഡർ. മാഗ്നറ്റിസം എങ്ങനെയാണ്? മാഗ്നറ്റിസത്തിൻ്റെ ഡിക്രീസിങ് ഓർഡർ ഇത് തന്നെയാണ് വരിക. O2 ആണ് ഏറ്റവും മാഗ്നറ്റിക് ആവുക, പാരാമാഗ്നറ്റിക് ആവുക. ദെൻ O2 മൈനസ് ആകുമ്പോൾ ലെസ് പാരാമാഗ്നറ്റിക്. O2 2 മൈനസ് എന്ത് വരും? ഡയാമാഗ്നറ്റിക്. സോ മാഗ്നറ്റിസം ആൻഡ് സ്റ്റെബിലിറ്റി ഡിക്രീസസ് ഇൻ ദിസ് ഓർഡർ. ഫ്ലൂറിൻ മോളിക്യൂൾ. ഫ്ലൂറിൻ്റെ അറ്റോമിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p5. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എന്ത് വരും? ഫ്ലൂറിൻ മോളിക്യൂൾ ആറ്റത്തിൽ 9 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ 18 ഇലക്ട്രോൺസ് വരും. സോ പൈ സ്റ്റാർ 2px2 ഈക്വൽ ടു പൈ സ്റ്റാർ 2py2. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ വരും. ദെൻ ബോണ്ട് ഓർഡർ. ബോണ്ടിങ് ഇലക്ട്രോൺസ് 10 ആണ്, ആൻറ്റി ബോണ്ടിങ് എത്ര വരും? 2, 4, 6, 8. O2 2 മൈനസിന് അതേ ബോണ്ട് ഓർഡർ ആണ് ഇവിടെ വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. ദെൻ മാഗ്നറ്റിസം. ബോണ്ട് ഓർഡർ 1 ആയതുകൊണ്ട് സ്റ്റേബിൾ ആണ്. മാഗ്നറ്റിസം എന്ത് വരും? മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. മാഗ്നറ്റിസം ഇറ്റ് ഈസ്
ഡയാമാഗ്നറ്റിക്, എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. ഫ്ലൂറിൻ സിഗ്മ ബോണ്ടാണ്, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ടാണ്. ഫ്ലൂറിൻ സിംഗിൾ ബോണ്ടാണ് ഇവിടെ ഫോം ചെയ്യുക ഫ്ലൂറിൻ മോളിക്യൂളിൽ. അപ്പോൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ 2 ടൈപ്പ് ബോണ്ടാണ് ഇതുവരെ പഠിച്ചത്. ഏതൊക്കെ ബോണ്ടാണ്? അയോണിക് ബോണ്ട് ആൻഡ് കോവലന്റ് ബോണ്ട്. Then there is an additional type interaction possible, weak interaction compared to ionic and covalent bond. A weak interaction can be formed between molecules. That is called hydrogen bonding interaction, അല്ലെങ്കിൽ hydrogen bond എന്ന് പറയും. A weak interaction developed between molecules. നോക്കാം, ഈ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് when hydrogen is bonded to most electronegative elements ആയ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ. ഇത് മൂന്നുമായി ഹൈഡ്രജൻ ബോണ്ട് ചെയ്തുള്ള കോവലന്റ് മോളിക്യൂൾസിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവുക. എന്താണ്? വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾസിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവുക. എപ്പോഴാണ്? വെൻ ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ. ദെൻ എക്സാമ്പിൾ ഇൻ HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുക? നമുക്കത് എങ്ങനെയാണെന്നുള്ളത് അതിനെ ഡിഫൈൻ ചെയ്യാം. ഹൈഡ്രജൻ ഫ്ലൂറൈഡിൽ ദർ ഈസ് HF സിംഗിൾ ബോണ്ട്. ഹൈഡ്രജൻ ഫ്ലൂറിൻ സിംഗിൾ ബോണ്ടാണ്. ഇവിടെ ഈ 2 ഇലക്ട്രോണെ ഈക്വലായി ഷെയർ ചെയ്താണ് HF ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിലും ഫ്ലൂറിൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് കമ്പയർഡ് ടു ഹൈഡ്രജൻ. ഇറ്റ് ഈസ് മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. So fluorine attracts this shared electron pair towards it. It develops a partial negative charge and corresponding positive charge for hydrogen. അപ്പോൾ അതാണ് polar covalent bond എന്ന് പറയുക. HF is highly polar covalent bond. Due to this electronegativity difference, the bond becomes polar. അതുപോലെ ഇപ്പോൾ നമ്മൾ ഒരു HF സാമ്പിൾ എടുത്താൽ അതിനകത്ത് ധാരാളം മോളിക്യൂൾസ് ഉണ്ട്. എല്ലാ മോളിക്യൂളിലും ഇതുപോലെ തന്നെ ഇലക്ട്രോൺ ഷിഫ്റ്റിംഗ് നടന്ന് പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. ഫ്ലൂറിൻ നെഗറ്റീവും ഹൈഡ്രജന് പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇനി ഡിഫറെൻറ്റ് മോളിക്യൂൾസ്, ഇപ്പോൾ ഈ ഫ്ലൂറിന് ഈ ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ ഫ്രം ദി നെക്സ്റ്റ് മോളിക്യൂൾ. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു മോളിക്യൂളിൽ നിന്നും ഇലക്ട്രോണിനെ, ഈ ഫ്ലൂറിനിലെ നെഗറ്റീവ് ചാർജ് അല്ലേ, അപ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്യും ഈ ഹൈഡ്രജൻ. അപ്പോൾ ഇതിനിടയിൽ ഒരു വീക്ക് അഡീഷണൽ ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഇവിടെയും ഈ ഫ്ലൂറിനും ഹൈഡ്രജനും ഇടയിൽ ഇൻട്രാക്ഷൻ വരും. അതാണ് ഡോട്ടഡ് ലൈൻസ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. ഇതിനാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുക. ദി ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ഫ്ലൂറിൻ ഓഫ് നെക്സ്റ്റ് മോളിക്യൂൾ. ഡിഫറെൻറ്റ് മോളിക്യൂൾസിനിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻ. ദാറ്റ് ഈസ് എ വീക്ക് ഇൻട്രാക്ഷൻ കമ്പയർഡ് ടു അയോണിക് ആൻഡ് കോവലന്റ് ബോണ്ട്സ്. പക്ഷേ ഇതിലൂടെ ഈ ഹൈഡ്രജൻ ബോണ്ടിലൂടെ മോളിക്യൂൾസ് പരസ്പരം അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പല പ്രോപ്പർട്ടീസിനെയും അതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതൊരു കൺസിഡറബിൾ ഇൻട്രാക്ഷനായിട്ട് മാറും. അപ്പോൾ ഒരു ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് വളരെ വീക്കാണ്, പക്ഷേ ധാരാളം മോളിക്യൂൾസ് തമ്മിൽ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ ചേഞ്ച് ചെയ്യിക്കാനും ഒരു കൺസിഡറബിൾ മാഗ്നിറ്റ്യൂഡുള്ള ഇൻട്രാക്ഷനായി മാറാനും കഴിയും. സോ ദിസ് ഈസ് ഹൈഡ്രജൻ ബോണ്ട്. A bond is a weak interaction is developed between hydrogen of one molecule and an electronegative atom of another molecule. That is called a hydrogen bond. So how can we define hydrogen bonds? It is the electrostatic interaction developed between a covalently bonded hydrogen and an electronegative atom of another molecule. ഒരു കോവലൻ്റ്ലി ബോണ്ടഡ് ഹൈഡ്രജനും തൊട്ടടുത്തുള്ള വേറൊരു മോളിക്യൂളിലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന വീക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയാം. അപ്പോൾ അതിനെ മോളിക്യൂളിലൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഡിഫറെൻറ്റ് മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ ഇത് പോസിബിൾ ആവുന്നത് ഹൈഡ്രജൻ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവും ആയ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ ഈ 3 എലമെൻറ്റ്സുമായി കമ്പൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻട്രാക്ഷൻ പോസിബിൾ ആവുക. അനദർ എക്സാമ്പിൾ ഈസ് H2O. In H2O also there is hydrogen bonding interaction between molecules. നോക്കുക, ഒരു വാട്ടർ മോളിക്യൂളിൽ ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോനെഗറ്റീവാണ്, പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വരും. അതിനനുസരിച്ച് ഹൈഡ്രജനിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും. ഇനി എല്ലാ വാട്ടർ മോളിക്യൂളിലും ഇതുപോലെ പോളാർ ബോണ്ട് ഡെവലപ്പ് ചെയ്യും. ഹൈഡ്രജൻ പോസിറ്റീവ്, ഓക്സിജൻ നെഗറ്റീവ്, ഹൈഡ്രജൻ പോസിറ്റീവ്.
അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഹൈഡ്രജന് തൊട്ടടുത്തുള്ള വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് വീക്ക് ഇൻ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യാം, ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ. അതുപോലെ ഈ ഹൈഡ്രജന് അടുത്ത വാട്ടർ മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഇതിലും എന്താണ് പൊളാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഹൈഡ്രജന് ഈ ഓക്സിജനുമായി ബോണ്ട് ചെയ്യാം. അതുപോലെ ഈ ഓക്സിജൻ അടുത്ത വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായി ഇൻ്ററാക്ട് ചെയ്ത് ഇങ്ങനെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എത്ര വേണമെങ്കിലും ഈ ഹൈഡ്രജൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര വാട്ടർ മോളിക്യൂൾസിനെ വേണമെങ്കിലും ഇതുപോലെ അസോസിയേറ്റ് ചെയ്യിക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ. ഇതിനെ ഇങ്ങോട്ടെല്ലാം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും. ഇങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ പോസിബിൾ ആവുക. അപ്പോൾ എന്താണ് ദാറ്റ് റിസൾട്ട്സ് അസോസിയേഷൻ ഓഫ് മോളിക്യൂൾസ് കൂടിച്ചേരാൻ കാരണമാകുന്നു ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ. അതുപോലെ NH3യിലും ഈ ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ഹൗ ക്യാൻ വി ഡിഫൈൻ ഹൈഡ്രജൻ ബോണ്ട്സ്? ഇറ്റ് ഈസ് ദി electrostatic interaction developed between a covalently bonded hydrogen and an electronegative atom of another molecule, adjacent molecule. തൊട്ടടുത്തുള്ള മോളിക്യൂളിൽ ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റവും ഹൈഡ്രജനും തമ്മിൽ ഡെവലപ്പ് ചെയ്യുന്ന വീക്ക് ഇൻ്ററാക്ഷനാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷൻ. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? ഹൈഡ്രജൻ ഷുഡ് ബി ബോണ്ടഡ് ടു മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്സ് ലൈക്ക് ഫ്ലൂറിൻ, ഓക്സിജൻ ഓർ നൈട്രജൻ. അപ്പോൾ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവായ എലമെൻ്റ് ആയിരിക്കണം, അതുപോലെ സ്മോൾ സൈസും ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ 3 എലമെൻറ്റ്സിലേക്ക് ഇത് ലിമിറ്റ് ചെയ്യപ്പെടുക. ഇത് 3 സ്മോൾ ആറ്റംസ് ആണ്, മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവുമാണ്. So when hydrogen is bonded to these atoms, such molecules can undergo hydrogen bonding. Then hydrogen bonds are of 2 types. Hydrogen bondനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, hydrogen bonding is classified into 2 types. ഒന്ന് intermolecular hydrogen bonds. Intermolecular hydrogen bonds. And another is intramolecular. Intramolecular hydrogen bonds. 2 type hydrogen bonding possible ആണ്. Intermolecular means hydrogen bond is formed between molecules. മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ അസോസിയേഷൻ വരുന്നു, മോളിക്യൂൾസ് കൂടിച്ചേരുന്നു. അതിന് എക്സാമ്പിളാണ് HFും H2O ഒക്കെ. മോളിക്കുലാർ അസോസിയേഷൻ ടേക്ക് പ്ലേസ്. ദാറ്റ് ഈസ് ഇൻ്റർമോളിക്കുലാർ. കൂടുതലും ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടാണ്. മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിലൂടെ അസോസിയേഷൻ വരുന്നു. ഇനി ഇൻട്രാമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഈസ് ഡെവലപ്ഡ് വിതിൻ ദി സെയിം മോളിക്യൂൾ. ഒരു മോളിക്യൂളിനുള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുക. മോളിക്യൂളിലുള്ള 2 ഗ്രൂപ്പ്സിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. An example for intramolecular hydrogen bond is orthonitrophenol. ഒരു ഓർഗാനിക് മോളിക്യൂളാണ്. ഇതെന്താണ്? ബെൻസീൻ. ഇതിലേക്കൊരു OH വരുന്നു. ബെൻസീനിലേക്ക് ഒരു OH ഗ്രൂപ്പ് വന്നാൽ അതിന് നമ്മൾ ഫീനോൾ എന്ന് പറയും. ബെൻസീനിലേക്ക് ഒരു OH വന്നാൽ ഫീനോൾ എന്ന് പറയും. ഇനി അതിലേക്ക് ഒരു നൈട്രോ ഗ്രൂപ്പ്, ഈ OHൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷനാണ് ഓർത്തോ പൊസിഷൻ എന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കും ഓർഗാനിക്കിൽ. ഈ പൊസിഷനും എന്താണ്? ഓർത്തോ പൊസിഷനാണ്. അപ്പോൾ അതിലേക്ക് ഒരു നൈട്രോ ഗ്രൂപ്പ് വരുന്നു. നൈട്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ NO2 ഗ്രൂപ്പാണ്. അതിൽ ഒരു ഡബിൾ ബോണ്ടും ഒരു സിംഗിൾ ബോണ്ടും ഉണ്ടാവും. ദിസ് ഈസ് NO2 ഗ്രൂപ്പ് ഓർ നൈട്രോ ഗ്രൂപ്പ്. ഇനി ഈ OHും ദിസ് ഈസ് ഓർത്തോനൈട്രോഫീനോൾ. ഓർത്തോനൈട്രോഫീനോളിനെ നൈട്രോഫീനോൾ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഓർത്തോനൈട്രോഫീനോളിൽ ബെൻസീനിലേക്ക് OH വന്നാൽ ഫീനോളായി. അതിൻ്റെ തൊട്ടടുത്ത പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വന്നാൽ ഓർത്തോനൈട്രോഫീനോൾ. ഈ OHലെ ഹൈഡ്രജൻ, ഇത് പോളാർ ബോണ്ടാണ്. ഓക്സിജന് നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും വരും. അതുപോലെ ഈ NO ബോണ്ടിലും പൊളാരിറ്റി ഉണ്ട്. സോ ദിസ് ഓക്സിജൻ ക്യാൻ ഇൻറ്ററാക്ട് വിത്ത് ദിസ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഹൈഡ്രജനും ഓക്സിജനും ഇടയിൽ ഇൻട്രാമോളിക്കുലാർ അസോസിയേഷൻ, ഒരു മോളിക്യൂളുള്ള 2 ഗ്രൂപ്പ്സ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് വിതിൻ ദി സെയിം മോളിക്യൂൾ. അപ്പം അങ്ങനെ ഹൈഡ്രജൻ ബോണ്ടിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇൻ്റർമോളിക്കുലാർ ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ്. ആൻഡ് ഇൻ്റർമോളിക്കുലാറിനാണ് കൂടുതൽ എഫക്റ്റ് ഉള്ളത്. ദാറ്റ് റിസൾട്ട്സ് മോളിക്കുലാർ അസോസിയേഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ്. ആൻഡ് ഇൻട്രാമോളിക്കുലാർ ഈസ് വിതിൻ ദി സെയിം മോളിക്യൂൾ.
ഇനി വാട്ട് ആർ ദി കോൺസിക്വൻസസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്? ഇങ്ങനെ മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നതിലൂടെ അതിനെ എന്തൊക്കെ പ്രോപ്പർട്ടീസിനെ അഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ് വരിക നോക്കാം. കോൺസിക്വൻസസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. കോൺസിക്വൻസ് കൂടുതലും വരുന്നത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻ്റ് ആയ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന്. ഇവിടെ നമ്മൾ വാട്ടറിൽ പറഞ്ഞ മോളിക്യൂൾസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നു. വാട്ടർ മോളിക്യൂൾസ് സിംഗിളായല്ല എക്സിസ്റ്റ് ചെയ്യുക, മോളിക്യൂൾസ് എല്ലാം പരസ്പരം ഹൈഡ്രജൻ ബോണ്ടിലൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഹൈഡ്രജൻ ബോണ്ടിങ്, ഡ്യൂ ടു ദിസ് ഹൈഡ്രജൻ ബോണ്ടിങ് H2O is existing as a liquid. വാട്ടർ ലിക്വിഡായിട്ട്, നോർമലി വാട്ടർ ലിക്വിഡായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ഇൻ്ററാക്ഷനാണ്. മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് നിൽക്കുന്നതിന് പകരം അത് പരസ്പരം കമ്പൈൻ ചെയ്യുന്നു ഹൈഡ്രജൻ ബോണ്ടിങ്ങിലൂടെ. അപ്പോൾ ഇൻ്ററാക്ഷൻ കൂടുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഓരോ H2Oയും ഫ്രീ ആണെങ്കിൽ അതെന്താണ്, H2O വേപ്പർ ഫേസിലായിരുന്നേനെ. പക്ഷേ ഇവിടെ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുക. സോ H2O is existing as a liquid due to intermolecular hydrogen bonds. നമുക്കൊരു കമ്പാരിസൺ ഉണ്ട്, H2O and H2S. ഓക്സിജനും സൾഫറും ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ ഹൈഡ്രൈഡ്സ് ആണിത്. 16th ഗ്രൂപ്പിൽ വരുന്നതാണ് ഓക്സിജനും സൾഫറും. ഓക്സിജൻ്റെ ഹൈഡ്രൈഡാണ് H2O, സൾഫറിൻ്റെ ഹൈഡ്രൈഡാണ് H2S. അപ്പോൾ ഈ ഒരേ ഗ്രൂപ്പിൽ വരുന്ന ഒരേ നേച്ചർ വരേണ്ട കോമ്പൗണ്ട്സ് ഹൈഡ്രൈഡ്സ് ആണിത്. പക്ഷേ H2O ലിക്വിഡായും H2S ഗ്യാസായും എക്സിസ്റ്റ് ചെയ്യുന്നു, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ്. അതിന് കാരണം ഈ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഇൻ H2O there is intermolecular hydrogen bonding. Molecules are associated through hydrogen bonding. So it exists as liquid. പക്ഷേ H2Sൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടോ? ഹൈഡ്രജൻ സൾഫറുമായിട്ടാണ് ബോണ്ട് ചെയ്യുക. ഹൈഡ്രജൻ ഈ 3 എലമെൻറ്റ്സുമായി ബോണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആവുക. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഈസ് ബോണ്ടഡ് ടു സൾഫർ, സോ ഹൈഡ്രജൻ ബോണ്ടിങ് ഈസ് നോട്ട് പോസിബിൾ. സോ in H2S there is no intermolecular association. H2Sൽ മോളിക്യൂൾസ് കൂടിച്ചേരുന്നില്ല, മോളിക്യൂൾസ് സിംഗിൾ ആയിട്ടാണ് നിൽക്കുക. So there is no intermolecular association. So H2S is existing as a gas. മോളിക്യൂൾസ് സെപ്പറേറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അത് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കും. H2O അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ലിക്വിഡായി മാറും. സോ ഹൈഡ്രജൻ ബോണ്ടിങ് ക്യാൻ അഫക്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സം മോളിക്യൂൾസ്. എക്സാമ്പിൾ, H2O is liquid while H2S is a gas. ചില മോളിക്യൂൾസിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിനെ വരെ അതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ഹൈഡ്രജൻ ബോണ്ടിങ് ക്യാൻ അഫക്റ്റ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്സ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ്സ്. സോളിഡിനെയും ലിക്വിഡിനെയൊക്കെ മെൽറ്റിംഗ് പോയിൻറ്റിനെയും ബോയിലിംഗ് പോയിൻറ്റിനെയും അഫക്റ്റ് ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻ്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെങ്കിൽ മോളിക്യൂൾസിനിടയിൽ ഇൻട്രാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതും കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിനെ മെൽറ്റ് ചെയ്യോ അല്ലെങ്കിൽ ബോയിൽ ചെയ്യാനോ പറ്റൂ. ഒരു സോളിഡിനെ മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആക്കണമെങ്കിൽ അതിനകത്തുള്ള ഇൻട്രാക്ഷൻ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ മോളിക്യൂൾസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിലൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ ബോണ്ട് കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ലിക്വിഡിനെ വേപ്പറൈസ് ചെയ്യുമ്പോൾ, ബോയിൽ ചെയ്യുമ്പോൾ അവിടെ വേപ്പറൈസ് ചെയ്യണമെങ്കിലും ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. വാട്ടറിനെ വേപ്പറൈസ് ചെയ്യണമെങ്കിൽ വാട്ടറിന് ഹൈ ബോയിലിംഗ് പോയിന്റ് വരാനുള്ള ഒരു കാരണം ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കാരണം മോളിക്യൂൾസിനിടയിൽ അസോസിയേഷൻ ഉണ്ട്, ആ അസോസിയേഷൻ ബ്രേക്ക് ചെയ്താലേ അതിനെ വേപ്പറൈസ് ചെയ്യാൻ പറ്റൂ. സോ ദി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ അഫക്റ്റഡ് ബൈ hydrogen bonding. Hydrogen bonding increases melting and boiling points.